ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന ഒക്ടോബർ മാസത്തിൽ വരാൻ പോകുന്ന 5 പുതിയ വാഹനങ്ങളെ പറ്റിയാണ്. 5ഉം അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാഹനങ്ങളാണ് എന്ന് തന്നെ പറയാം. എന്തായാലും നമ്മുടെ ലിസ്റ്റിൽ ആദ്യം തന്നെ നിൽക്കുന്ന വാഹനം പുതിയ ജനറേഷൻ ഡിസയർ ആണ്. 4th ജനറേഷൻ മോഡലാണ് ഇനി വരാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ 4th ജനറേഷൻ സ്വിഫ്റ്റ് കണ്ടു, അതിനെ ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു സെഡാൻ വേർഷനാണ് ഡിസയർ. പക്ഷേ എന്തായാലും ഇപ്പോൾ ഇനി മുതൽ ഡിസയർ സ്വിഫ്റ്റിൻ്റെ ഒരു വേർഷൻ എന്നുള്ള രീതിയിൽ നിന്ന് മാറിയിട്ട് കംപ്ലീറ്റ്ലി ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് പോലെ തന്നെയാണ് അവർ കൊടുക്കുന്നത്. നേരത്തെ അറ്റ്ലീസ്റ്റ് സ്വിഫ്റ്റിൻ്റെ സെയിം ഫ്രണ്ട് പ്രൊഫൈൽ എങ്കിലും ഡിസയർ ക്യാരി ഓവർ ചെയ്യായിരുന്നു. പക്ഷേ ഈ വാഹനത്തിൻ്റെ കേസിൽ അങ്ങനെയൊന്നുമില്ല. ഫ്രണ്ടിൻ്റെ ഒക്കെ എക്സാക്ട്ലി ഡിഫറൻ്റ് ആണ്. നമുക്ക് സ്വിഫ്റ്റുമായിട്ട് യാതൊരു ബന്ധവും ഈ വാഹനത്തിൻ്റെ ഡിസൈനിൻ്റെ കേസിൽ തോന്നുന്നില്ല. ഇതിന് മുന്നേ തന്നെ നിങ്ങൾ ഇതിൻ്റെ സ്പൈ ഷോട്ട്സും അതുപോലെ റെൻഡേഴ്സ് അതുപോലെ ഈ അടുത്ത് ലീക്കായി വന്ന കുറച്ച് വാഹനത്തിന് ഇമേജ് ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അത് വെച്ച് നമുക്ക് മനസ്സിലാക്കാം ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റ് ഡിഫറൻ്റ് ആണ്, ഗ്രില്ല് ഭയങ്കര വലുതാണ്, അതുപോലെ LED DRLസിൻ്റെ പ്ലേസ്മെൻ്റ് എല്ലാം വ്യത്യാസമുണ്ട്. ഈവൻ ബാക്കിലത്തെ ഡിസൈൻ ആണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല ഡിഫറൻസ് അതിൻ്റെ അകത്ത് പറയാൻ പറ്റും. എവിടേക്കോ ഒരു ചെറിയ നമ്മുടെ ഇപ്പോഴത്തെ അമേസിൻ്റെ ഒരു ലുക്ക് പോലെ വന്നിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ അമേസിൻ്റെ ജനറേഷൻ മാറാൻ പോവാണ്. അപ്പോൾ ചിലപ്പോൾ അത് ഈ ലുക്കിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, ഡിസൈറിൻ്റെ ഐഡൻറ്റിറ്റി വരും. എനിവേ ഫീച്ചേഴ്സിൻ്റെ കേസിലൊക്കെ പറയുകയാണെങ്കിൽ 360° ക്യാമറ, അതുപോലെ വയർലെസ് ചാർജിങ് പാഡ്, ഇലക്ട്രിക് സൺറൂഫ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. പിന്നെ LED ഹെഡ് ലാംപ്സ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഫീച്ചേഴ്സ് ആക്ച്വലി ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ മിക്കവാറും കിട്ടാൻ പോകുന്നത്. നമുക്ക് പിന്നെ പുതിയ 9 ഇഞ്ചസിൻ്റെ സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരും. ഇതുവരെ 7 ഇഞ്ചസിൻ്റെ ചെറിയ സ്ക്രീനായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇഷ്ടം പോലെ മാറ്റങ്ങളുമായിട്ടാണ് നമ്മുടെ പുതിയ ജനറേഷൻ ഡിസയർ വരുന്നത്. ഒരു പ്രോപ്പർ ജനറേഷൻ അപ്ഡേറ്റ് ആണ് എന്ന് തന്നെ പറയാം. പ്ലാറ്റ്ഫോം മാറിയിട്ടില്ല എന്നേ ഉള്ളൂ, ബാക്കി ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും അവർ മാറ്റിയിട്ടുണ്ട്. എഞ്ചിനിലും ഡിഫറൻസ് ഉണ്ട്. പുതിയ 1.2 Z സീരീസ് നമ്മൾ സ്വിഫ്റ്റിൽ കണ്ട അതേ പെട്രോൾ എഞ്ചിൻ തന്നെയാണ് ഈ വാഹനത്തിലും വരാൻ പോകുന്നത്. പറഞ്ഞു വരുമ്പം 81 PS പവറും അതുപോലെ 111.8 ന്യൂട്ടൺ മീറ്റേഴ്സിനടുത്ത് ടോർക്കാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത്. കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന സ്വിഫ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം അത് 90 bhp അടുത്ത് പവർ ഉണ്ടായിരുന്നു. ഇതിനിപ്പം ഓൾമോസ്റ്റ് 8 to 9 PS അടുത്ത് പവർ ഡൗൺ ആയിട്ടുണ്ട്. പക്ഷേ എഫിഷ്യൻസിയുടെ കേസിൽ ഇഷ്ടംപോലെ മുകളിലേക്കാണ് പോയിരിക്കുന്നത്. ഈ പുതിയ സ്വിഫ്റ്റിൻ്റെ തന്നെ ക്ലെയിംഡ് മൈലേജ് വരുന്നത് 24.8 ആണ്. ഈ വണ്ടിക്കും എന്തായാലും 23 to 24 ഇടയിലൊക്കെ ഉറപ്പായിട്ടും ക്ലെയിം റിവ്യൂ എഫിഷ്യൻസി കിട്ടും. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എക്സാക്ട് ലോഞ്ച് ഡേറ്റ് റിവീൽ ആയിട്ടില്ല, പക്ഷേ എന്തായാലും ഈ മാസം തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യം ഓൾമോസ്റ്റ് കൺഫേം ആണ്. ഇനി അടുത്ത വാഹനം നമ്മുടെ പുതിയ ജനറേഷൻ കിയ കാർണിവലാണ്. ഈ കാർണിവൽ എന്ന് പറയുമ്പം ഇത് കുറച്ച് നാൾ മുന്നേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തു. അധികം ഡിമാൻഡ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ അതൊരു പഴയ ജനറേഷൻ മോഡലായിരുന്നു നമുക്ക് അവിടെ കിട്ടിക്കൊണ്ടിരുന്നത്. ഓൾറെഡി അവർ ഇന്ത്യയിൽ 2020 കഴിഞ്ഞ വണ്ടി ഇവിടെ ഇറക്കിയപ്പോഴും അത് 5-6 വർഷം പഴയ മോഡലായിരുന്നു. എന്നിട്ടും അവരിതവിടെ വിറ്റു, പക്ഷേ അധികം ആൾക്കാർ വാങ്ങിയില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. എന്തായാലും ഇപ്പോൾ നമുക്ക് തരാൻ പോകുന്ന ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ജനറേഷൻ മോഡലിൻ്റെ തന്നെ ഫേസ് ലിഫ്റ്റ് വാഹനമാണ്. അതിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പെക്കാണ് കിട്ടുന്നത്. 7 സീറ്റർ മോഡലാണ് ഇവിടെ വരാൻ പോകുന്നതെന്ന് പറയുന്നു. എന്ന് വെച്ചാൽ 11 സീറ്റൊക്കെ ഉണ്ടാവും. ബാക്കിൽ നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഹൈക്രോസിലൊക്കെ കണ്ടില്ലേ, അതിനൊക്കെ കുറച്ചുകൂടി പ്രീമിയം ആയിട്ടുള്ള റിയർ സീറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ വാഹനത്തിൻ്റെ കേസിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. ബാക്കിലത്തെ സീറ്റ്സൊക്കെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ഓട്ടോമൻ വരുന്നുണ്ട് ഹൈക്രോസിൽ കണ്ട പോലെ, പക്ഷേ അതിനേക്കാൾ വളരെ പ്രീമിയം ആയിട്ടുള്ള ഓട്ടോമനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതിൽ നമുക്ക് അത്രയും പ്രാക്ടിക്കലാണ് എന്ന് പറയാൻ പറ്റില്ലായിരുന്നു ടോപ്പ് എൻഡിൽ വരുന്നത്. പക്ഷേ സ്റ്റിൽ ഈ വാഹനത്തിൽ അത് കുറച്ചും കൂടെ സ്പേസ് ഉള്ളതുകൊണ്ടും ഭയങ്കര വലിയ വണ്ടി ആയതുകൊണ്ടും നമുക്ക് അത് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും. ഫ്രണ്ടിലത്തെ സീറ്റ് മുമ്പിലേക്ക് ഇട്ട് സെക്കൻഡ് റോ ബാക്കിലേക്ക് ആക്കുകയാണെങ്കിൽ. പിന്നെ ഇൻ്റർനാഷണലി ഇതിന് 11 സീറ്റർ ഓപ്ഷൻസ് വരെ വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ എന്തായാലും അത്രയും വലിയ കൺഫിഗറേഷൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 11 സീറ്റർ എന്ന് പറയുമ്പം 4 റോസ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. നമുക്ക് ഏതായാലും ഇവിടെ 7 സീറ്റർ കൺഫിഗറേഷൻ മാത്രമേ വരുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ ഇൻഫർമേഷൻ അനുസരിച്ച് അറിയാൻ സാധിച്ചത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് 2 ട്രിം ലെവൽസ് ആണ് കിട്ടുന്നത്, ലിമുസീൻ പ്ലസ്. അതായത് ഓൾമോസ്റ്റ് പ്രീമിയം ആൻഡ് വേരിയൻസ് തന്നെയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് തന്നെ പറയാം. എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. വലിയ സൈസ് ഇൻഫോർടൈൻമെൻറ്റ്, 2 ഡ്യുവൽ പെയിൻ സൺറൂഫ്, 2 ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സൺറൂഫ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ 11 സീറ്റിൻ്റെ AC ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്ന് പറയേണ്ട ഫീച്ചേഴ്സിൻ്റെ കേസിലൊന്നും യാതൊരു കോംപ്രമൈസും വന്നിട്ടില്ല. പിന്നെ അതല്ലാതെ നോക്കുകയാണെങ്കിൽ 2.2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത്. 193 PS അടുത്തായിരിക്കും പവർ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് കംപ്ലീറ്റ്ലി ബിൽഡപ്പ് യൂണിറ്റ് ആയിട്ട്, അതായത് CBU ആയിട്ട് ഇന്ത്യയിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ വിലയുടെ കാര്യത്തിൽ ഒരു കുറവും പ്രതീക്ഷിക്കേണ്ട. 40 to 50 lakhs ഇടയിലായിരിക്കും ഈ വാഹനത്തിൻ്റെ പ്രൈസ് വരാൻ പോകുന്നത്. പഴയ കാർണിവൽ പോലെ 25 to 35 റേഞ്ചിൽ വരും എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഇത് വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. ഇതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് October 3 ആണ്. അടുത്ത വാഹനവും കിയയുടെ വണ്ടി തന്നെയാണ്. അതിൻ്റെയും ഒഫീഷ്യൽ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് October 3 തന്നെയാണ്. ഈ 2 വണ്ടികൾ ഒരുമിച്ചായിരിക്കും ഇറങ്ങാൻ പോകുന്നത്. അത് നമ്മുടെ കിയയുടെ EV9 ആണ്. EV9 എന്ന് പറയുന്ന അവരുടെ ഇൻ്റർനാഷണലി വരുന്ന ഫ്ലാഗ്ഷിപ്പ് SUV ആണ്. അത് നമുക്കതിൻ്റെ ഏറ്റവും പ്രീമിയം ഗ്രേഡ് വേരിയൻ്റ് ആണ് അവർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഓൾ വീൽ ഡ്രൈവ് GT ലൈൻ മോഡലാണ് ഇവിടെ വരാൻ പോകുന്നത്. ഓൾ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ നല്ല പവർ ഉണ്ട്. 700 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കും 380 PS അടുത്ത് പവറും ഇത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്.
99.8 kWh ബാറ്ററി പാക്കാണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. എന്ന് വെച്ചാൽ വളരെ വലിയൊരു ബാറ്ററി പാക്കാണ് എന്ന് പറയും. ഫോർ റെഫറൻസ് പറയാനാണെങ്കിൽ ഇപ്പോൾ ഇറങ്ങിയ നമ്മുടെ ടാറ്റ കെർവിൻ്റെ ലോങ് റേഞ്ച് മോഡൽ, അതായത് ഏറ്റവും റേഞ്ച് കൂടിയ വേർഷനിൽ വരെ 55 kWh ബാറ്ററി പാക്കേ ഉള്ളൂ. ഇത് ഓൾമോസ്റ്റ് അതിൻ്റെ ഡബിൾ ആണ് എന്ന് പറയാം. പക്ഷേ ക്ലെയിംഡ് റേഞ്ച് കുറവാണ്. 561 കിലോമീറ്റേഴ്സ് ആണ് നമ്മുടെ ARAI ക്ലെയിം ചെയ്തിരിക്കുന്ന റേഞ്ച്. അതായത് റിയൽ ലൈഫിൽ 400 to 450 ഒക്കെ എക്സ്പെക്ട് ചെയ്ത് പോയാൽ മതി. അത്രയും തന്നെ നിങ്ങൾ ഓടിക്കുന്ന ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ബാറ്ററി പാക്കായിട്ട് അത്രയും കുറവ് റേഞ്ച് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് ആണ്, ഇത്രയും വലിയ വണ്ടിയാണ്. വണ്ടി കാണുമ്പോൾ ചിലപ്പോൾ ഫോട്ടോസിൽ അത്രയും സൈസ് തോന്നുന്നില്ലായിരിക്കും, പക്ഷേ 5 മീറ്ററിന് മുകളിൽ നീളമുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി എന്താണ് ഈ വാഹനത്തിൻ്റെ സൈസ് എന്നുള്ളത്. പിന്നെ ഫീച്ചേഴ്സിൻ്റെ കേസിൽ കാർണിവലിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു കോംപ്രമൈസും ഇല്ല. 12.3 ഇഞ്ച് സ്ക്രീന്, ഡിജിറ്റൽ മിറർ, അതിവിടെ വരുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇൻ്റർനാഷണലി അതൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തും ഡ്യുവൽ ഇലക്ട്രിക് സൺറൂഫ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഫീച്ചേഴ്സിൻ്റെ കേസിൽ ഈ വാഹനത്തിലും യാതൊരു കുഴപ്പവും വരുന്നില്ല. ഇതും ടോപ്പ് എൻഡ് ആണല്ലോ, അപ്പോൾ പിന്നെ ഇൻ്റർനാഷണലി വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ഈ വണ്ടിയും അവർ മൊത്തമായിട്ട് ഇമ്പോർട്ട് ചെയ്ത് തന്നെയാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതും ചീപ്പായിരിക്കും എന്നുള്ള ഒരു വിശ്വാസം വേണ്ട, നല്ല വിലയായിരിക്കും. ഇപ്പോഴത്തെ പ്രഡിക്ഷൻസ് അനുസരിച്ച് 70 to 80 ലാക്സിനടുത്ത് വരെ വാഹനത്തിന് പ്രൈസ് വരുമെന്ന് പറയുന്നുണ്ട്. അതിന് മുകളിൽ പോയാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം പുറത്ത് തന്നെ അത്യാവശ്യം വിലയുള്ളൊരു വാഹനമാണിത്. പിന്നെ ഇത് കിയയുടെ തന്നെ ഒരു ഫ്ലാഗ്ഷിപ്പ് വാഹനമാണല്ലോ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റേറ്റ് നമ്മൾ എന്തായാലും കൊടുക്കേണ്ടി വരും. ഇനി അടുത്ത വാഹനം നമ്മുടെ നിസാൻ മാഗ്നൈറ്റിൻ്റെ ഫേസ് ലിഫ്റ്റ് ആണ്. ഈ വാഹനത്തിൻ്റെ ലോഞ്ച് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് October 4 October 5 മുതൽ തന്നെ ഇതിൻ്റെ ഡെലിവറി ഒക്കെ കൊടുത്തു തുടങ്ങും എന്നും പറഞ്ഞിട്ടുണ്ട്. ബുക്കിംഗ്സ് ഇപ്പോൾ കുറച്ച് മുന്നേ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വണ്ടി ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഇപ്പം ചേഞ്ചസ് ആയിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം എന്നൊന്നും പറയാനില്ല. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ സ്പൈ ഷോട്ട്സും അതുപോലെ തന്നെ ഈ അടുത്ത് നിസാൻ ഇറക്കിയ ടീസേഴ്സും ഒക്കെ കണ്ടതാണ്. അതിൻ്റെ അകത്തൊന്നും എക്സ്റ്റീരിയറിൽ അങ്ങനെ കാര്യമായിട്ടുള്ള വ്യത്യാസം ഇല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ തന്നെ എനിക്കറിയാം ഇത് വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലാന്ന്, പക്ഷെ എന്നാലും ഫ്രണ്ട് ഫേസ് ഒക്കെ നോക്കുമ്പം ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇതിൻ്റെ LED ലൈറ്റ്സും ആ ലൈറ്റ്സിൻ്റെ ഡിസൈനും ഒക്കെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ള എലമെൻസിലുള്ള കുറച്ച് ഡിഫറൻസ് ആയിരിക്കും അവർ ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. പിന്നെ താഴെ ബമ്പറിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ അവിടെയും ചെറിയ ഡിഫറൻസ് കാണാം. എല്ലാവരും പറഞ്ഞു ആ ഡാറ്റ്സൺ പോലെ ഇരിക്കുന്ന ഗ്രില്ലൊന്നും മാറ്റിയാൽ കൊള്ളായിരുന്നു എന്ന് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്ത സമയത്ത്. പക്ഷെ അതെന്തായാലും മാറിയിട്ടില്ല. ഇപ്പോഴും നിസാൻ്റെ ഗ്രില്ലിലേക്ക് പോകാണ്ട്, വി ഷേപ്പ് ഗ്രില്ലിലേക്ക് പോകാണ്ട് ഡാറ്റ്സൺ പോലത്തെ ഗ്രില്ല് തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോഴും വരുന്നത്. പിന്നെ ടെയിൽ ലാംപ്സിലൊക്കെ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഏറ്റവും എൻഡിലായിട്ട് നമുക്ക് ഒരു ഇത്തിരി ബ്ലാക്ക് ഡോട്ട് പോർഷൻ, അവിടെ മാഗ്നൈറ്റിൻ്റെ ബാഡ്ജിങ് അതൊക്കെ വരുന്നുണ്ട്. LED ടെയിൽ ലാംപ്സ് ആണ് ഇതിനകത്ത് കിട്ടുന്നത്. നേരത്തെ LED അല്ലായിരുന്നു, ഹാലജൻ ആയിരുന്നു. കണ്ട LED പോലെ തോന്നുമായിരുന്നു എന്നുള്ളൂ. അതൊക്കെയാണ് മാഗ്നൈറ്റിൻ്റെ എക്സ്റ്റീരിയറിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇൻറ്റീരിയറിൽ എടുക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ കുറച്ച് ഫീച്ചേഴ്സിൻ്റെ അപ്ഗ്രേഡ് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ അകത്ത് ചില ഫീച്ചേഴ്സൊക്കെ വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയും. അതിൽ എന്തൊക്കെ നിസാൻ കൊണ്ടുവരും എന്നുള്ളത് നമുക്കറിയില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം വേണം എന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളിലൊന്ന് ഇലക്ട്രിക് സൺറൂഫാണ്. ഈ സെഗ്മെൻറ്റിലുള്ള ഒട്ടുമിക്ക എല്ലാ വാഹനങ്ങളിലും ഇപ്പോൾ ഒരു നോർമൽ സിംഗിൾ പെയിൻ സൺറൂഫ് എങ്കിലും വരുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ നെക്സോണും അതുപോലെ 3XO ഒക്കെ അതൊരു സ്റ്റെപ്പ് മുകളിലേക്ക് കൊണ്ടുപോയിട്ട് പാനോറാമിക് സൺറൂഫ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ പാനോറാമിക് ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പുതിയ സൺറൂഫ്, സിംഗിൾ പെയിൻ സൺറൂഫ് എങ്കിലും കൊടുക്കേണ്ടതാണ്. അതുപോലെ കുറച്ചുകൂടെ വലിയ 10 ഇഞ്ചസിൻ്റെയെങ്കിലും മിനിമം സ്ക്രീൻ സൈസ് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണെന്ന് പറയാം. ഓൾറെഡി ഇറങ്ങിയ കാലത്ത് തന്നെ ഇതിൻ്റെ അകത്ത് ആ സമയത്ത് വണ്ടികളില്ലാതിരുന്ന ഫീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ 360° ക്യാമറ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അതുപോലെ LED ഹെഡ് ലാംപ്സൊക്കെ 2020 എൻഡിലൊന്നും ഈവൻ നെക്സോണിൽ പോലും ഇല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ എന്തായാലും നിസാൻ നന്നായിട്ട് തന്നെ ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ 2024 നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നും. അതുമാത്രമാണ് ഇതിൻ്റെ പ്രശ്നം. എന്തായാലും ഇൻറ്റീരിയർ ഡാഷ്ബോർഡ് ഡിസൈനിലൊന്നും അങ്ങനെ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. ഡിസൈൻ എല്ലാം സെയിം തന്നെ ആക്കി വെച്ചുകൊണ്ട് കുറച്ച് കോസ്മെറ്റിക് ചേഞ്ചസ് ആണ് അവരിതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ ഈ ലിസ്റ്റിലുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാഹനം BYDയുടെ E-MAX 7 എന്ന് പറഞ്ഞ പുതിയൊരു MPV ആണ്. പുതിയത് എന്ന് പറയാൻ പറ്റില്ല, ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന E6ൻ്റെ ഫേസ് ലിഫ്റ്റ് ആണ് അവരിപ്പോൾ ഇറക്കാൻ പോകുന്നത്. ഇൻ്റർനാഷണലി ഈ വാഹനം M6 എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇവിടെ അവർ പേര് മാറ്റി കുറച്ചുകൊണ്ട് വലുതാക്കി, കോംപ്ലിക്കേറ്റഡ് ആക്കി E-MAX 7 എന്നാക്കി എന്ന് മാത്രം. എന്തായാലും ഇതിൻ്റെ ബുക്കിംഗ്സ് ഒക്കെ നേരത്തെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. 51,000 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ വണ്ടി ബുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് അവർ പറഞ്ഞിരിക്കുന്നത് October 8 അപ്പോഴായിരിക്കും ഇതിൻ്റെ പ്രൈസൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത്. ഫീച്ചേഴ്സ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന വണ്ടിയിലും കുറച്ചുകൂടെ പ്രീമിയം ആയിരിക്കും. 12.8 ഇഞ്ച് റൊട്ടേറ്റിംഗ് സ്ക്രീനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈവൻ ഡാഷ്ബോർഡ് ലേഔട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഇത്തിരി കൂടെ പ്രീമിയമാണ്. സെൻറ്റർ കൺസോൾ ലേഔട്ടിൽ നമുക്ക് ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് അതുപോലെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന E6 എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഫ്ലീറ്റ് യൂസിനുള്ള വണ്ടി പോലെ നമുക്ക് തോന്നുമായിരുന്നു. പക്ഷേ ഈ വണ്ടിയുടെ കേസിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നമുക്ക് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സും അതുപോലൊരു ചെറിയ രീതിയിലുള്ള ഒരു പ്രീമിയം ക്യാബിൻ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുന്നുണ്ട് എന്ന് പറയാം. പിന്നെ ഏറ്റവും മെയിനായിട്ട് ഈ വാഹനം 7 സീറ്റർ വണ്ടിയാണ്. E6 ഒരു 5 സീറ്റർ വണ്ടിയായിരുന്നു. കാണുമ്പോൾ MPV പോലെ തോന്നുമെങ്കിലും മറ്റത് 5 സീറ്റർ ആയിരുന്നു. അത് അതിൻ്റെ ഒരു വലിയ പ്രശ്നമായിരുന്നു. ടാക്സി യൂസേഴ്സൊക്കെ എടുക്കുന്ന സമയത്ത് 7 സീറ്റാണ് നല്ലത്. കാരണം ഇപ്പോൾ ബാക്കിലത്തെ സീറ്റ് ഉപയോഗിച്ചില്ല എങ്കിലും അവർക്ക് ലഗേജിന് വേണ്ടി ഫോൾഡ് ചെയ്ത് വെക്കാം. പക്ഷേ 7 പേരെ കയറ്റണമെങ്കിൽ ബാക്കിൽ 2 സീറ്റുള്ളത് നല്ലതാണല്ലോ.
ഇന്ത്യൻ വേർഷനിൽ നമുക്ക് 77.2 kWh ബാറ്ററി പാക്കുള്ള മോഡലായിരിക്കും വരാൻ പോകുന്നത്. ഇൻ്റർനാഷണലി 55 ഉള്ള മോഡലോട് വരുന്നുണ്ട്, പക്ഷേ നമുക്ക് നേരത്തെ കിട്ടിയ 77 kWh തന്നെയാണ്. അപ്പോൾ എന്തായാലും അതിൽ താഴെ പോകാൻ ചാൻസ് ഇല്ല. സോ അത് തന്നെ വരും. പിന്നെ 204 PS അതുപോലെ 310 Nm ടോർക്കുമാണ് ഇത് പവർ ജനറേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ക്ലെയിംഡ് റേഞ്ച് ഇൻ്റർനാഷണലി പറഞ്ഞിരിക്കുന്നത് 530 km ആണ്. എങ്ങനെയായാലും 450 കിലോമീറ്ററിന് മുകളിൽ ഇത് ഓടും. കാരണം BYD ആണ്, അതുകൊണ്ട് ബ്ലേഡ് ബാറ്ററി ടെക്നോളജിയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഇൻ്റർനാഷണലുള്ള ക്ലെയിമാണ്, ഇന്ത്യൻ ക്ലെയിം ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ റേഞ്ചിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നൊക്കെ നോക്കുകയാണെങ്കിൽ പണ്ട് ഇപ്പോഴും വണ്ടി നല്ലതായിരുന്നു. ഈ ഒരു ഫേസ് ലിഫ്റ്റോട് കൂടി ഇത്തിരിയും കൂടെ മോഡേണും കൂടെ ആയി എന്ന് പറയാം. ഗൈസ്, അപ്പോൾ അതാണ് നമുക്ക് ഈ മാസം കിട്ടാൻ പോകുന്ന 5 വാഹനങ്ങളുടെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.